ഇവിടെ ഗാന്ധി പ്രതിഭയ്ക്ക് സമീപം കെ കരുണാകരൻ്റെ ഛായാചിത്രത്തിന് താഴെ ഏകനായി പ്രതിഷേധ സൂചകമായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്, പ്രതിഷേധിക്കുന്നതാണ്, ഒറ്റയ്ക്കിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് ഞാൻ കണ്ടത്. പിന്നെ അതിനുശേഷം ഒരു സംഘം ആളുകൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എബിമോൻ തോമസിനെ മർദ്ദിക്കുന്ന രംഗമുണ്ടായപ്പോൾ പിടിച്ചു മാറ്റാനാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ അടി തുടരാൻ സാധ്യത ഈ കെ മുരളീധരന്റെ തോൽവിയാണോ, തോൽവിക്ക് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? മുരളി ആരാണ് തോൽപ്പിച്ചത്? മുരളി ആരാണ് തോൽപ്പിച്ചതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഈ തൃശ്ശൂർ ജില്ലയിലെ ഓരോരുത്തർക്കും അറിയാം. അത് സുരേഷ് ഗോപി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വോട്ടാണെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി എവിടെയൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എവിടെ ആരാണ്? പിന്നെ ഈ ജോസുമായിട്ട് എന്താ പ്രശ്നം? ജോസ് വള്ളൂരിനെതിരെ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തും പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. വള്ളൂരല്ല ഇത് ഒല്ലൂരല്ല എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത് ചേലക്കരയിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നിരിക്കുന്നു, പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് റിബൽ പാനലുകൾ നിർത്തി തൃശ്ശൂർ ജില്ലയിലെ സഹകരണ മേഖലയെ എമ്പാടും തകർത്ത് കളഞ്ഞത് ആരാണെന്ന് നിങ്ങൾ പരിശോധിക്കണം. തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലം പ്രസിഡന്റുമാരുടെ, തൃശ്ശൂർ ജില്ലയിലെ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ തെരഞ്ഞെടുപ്പുകളിൽ ആരുടെ ഭാഗത്തൊക്കെ വീഴ്ച പറ്റി എന്ന് KPCC പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് KPCC പരിശോധിക്കട്ടെ. ഉചിതമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ്. ഒരു DC സെക്രട്ടറിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കയ്യും കാലും തല്ലി ഓടിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം കാണിക്കുന്നത്. ഒരു DC പ്രസിഡന്റ് ചോദിച്ചല്ല, ആള് കയറുന്ന സംസാരിക്കാൻ നിൽക്കണം, അവരെ കൊണ്ട് ഇടിപ്പിക്കുക, ഇവ കാര്യങ്ങളാണ്. ഇതൊന്നും വെച്ചുറപ്പിക്കാൻ സമയമില്ല. കാരണം ഞങ്ങളൊക്കെ കോൺഗ്രസിന് വിശ്വാസികളാണ്. അവൻ പറഞ്ഞ് ഞങ്ങൾ കള്ളുപിടിച്ചാ ഞങ്ങൾ എവിടെ തെളിയിക്കാൻ തയ്യാറാ. ഞങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വന്നത്. കാരണം വെച്ചാൽ ഒരു DC സെക്രട്ടറിനെ തല്ലാന്ന് പറയുമ്പോൾ കണ്ടുക്കാൻ പറ്റില്ല, അതൊക്കെ വളരെ മോശമല്ല. ഈ ജോസിന്റെ ഗുണ്ടായിസം അങ്ങനെ വെച്ച് കുറപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കില്ല. അതിന് വേണ്ട നടപടി ഞങ്ങൾ കൊടുക്കും. ജോസ് വള്ളൂരിന്റെ ഗുണ്ടായിസം അനുവദിക്കില്ല എന്നാണ് സജീവൻ കുരിയച്ചിറ വിഭാഗം അവകാശപ്പെടുന്നത്. ഏതറ്റം വരെയും പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് രണ്ട് വിഭാഗങ്ങൾ. ഇപ്പോൾ സജീവൻ കുരിയച്ചിറ താഴെ ഇരിക്കുന്നുണ്ട്. കെ മുരളീധരനെ അനുകൂലിക്കുന്ന ആളുകൾ പതുക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സജീവൻ കുരിയച്ചിറ ഇരിക്കുന്നുണ്ട്. അത് വലിയ കയ്യാങ്കളിയിലേക്ക് പോയിരിക്കുന്നു. DCC ഓഫീസിനകത്തൊരു കയ്യാങ്കളിയിലേക്ക് പോയിരിക്കുന്നു. രണ്ട് വിഭാഗമായി ചേരിതിരിഞ്ഞ് ഇപ്പോഴും സംഘടിച്ച് നിൽക്കുക തന്നെയാണ്. ഇതിന് എങ്ങനെ പ്രശ്നപരിഹാരം എന്ന കാര്യത്തിൽ ആർക്കും ഒരു ധാരണയുമില്ല. ആർക്കും ഒരു ഓക്കെ, ജെയ്സൺ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. DCC ഓഫീസിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ജെയ്സൺ ചാമോളപ്പിൽ പങ്കുവച്ചത്.